എന്ത് ചെയ്തിട്ട് എനിക്ക് സന്തോഷം കിട്ടുന്നില്ല എന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ശുഭദിനത്തിലെ ചിന്ത. നമ്മുടെ ജീവിതം എപ്പോഴും അടുത്ത ഒന്നിലേക്കുള്ള പരക്കം പാച്ചിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ട്രെയിൻ പോലെയാണ്. അടുത്ത പ്രൊമോഷൻ, അടുത്ത സ്മാർട്ട് ഫോൺ, അടുത്ത വിദേശയാത്ര, അത് ലഭിച്ചാൽ ജീവിതം ധന്യമാകുമെന്ന് നമ്മൾ സ്വയം വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സത്യം ലളിതവും ഭയാനകവുമാണ്. നിങ്ങൾ തേടുന്ന ആ സന്തുഷ്ടി ഒരിക്കലും പുറത്തുനിന്ന് ലഭിക്കില്ല എന്നാണ് സത്യം. പുറത്തെ ലോകത്തെ ജയിക്കാൻ ഓടുന്നതിനിടയിൽ സ്വന്തം ഉള്ളിലെ ഐശ്വര്യം ചോർന്നു പോകുന്നത് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. ഇതിനെയാണ് കണ്ടന്റ്മെന്റ് എഞ്ചിനീയറിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സന്തോഷം എന്നത് എവിടെയോ ലഭിക്കാനിരിക്കുന്ന ഒരു പുരസ്കാരമല്ല, ഒരു പെർസ്യൂട്ട് അല്ല, മറിച്ച് അത് ദിവസവും ചെയ്യേണ്ട ഒരു പരിശീലനം അഥവാ പ്രാക്ടീസാണ്. എപ്പോഴും മനസ്സിലാക്കുക എന്തൊക്കെയാണ് ആ പരിശീലനം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഒന്നാമത്തെ പരിശീലനം ആത്മദീപോ ഭവ എന്നുള്ളതാണ്. സ്വന്തം വെളിച്ചത്തെ തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോൾ മറ്റുള്ളവരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയും. മറ്റൊരാളുടെ അംഗീകാരത്തിനോ അല്ലെങ്കിൽ വാലിഡേഷനോ ലൈക്കിനോ വേണ്ടി കാത്തിരിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് തിരിച്ചറിയണം. താരതമ്യത്തിൻ്റെ വിഷം എത്രയാണ് എന്ന് പലർക്കും അറിയില്ല. സോഷ്യൽ മീഡിയ നോക്കി മറ്റുള്ളവരുടെ ജീവിതവുമായി സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യുന്നത് നിർത്താൻ സമയമായിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതായിരിക്കണം അല്ലെങ്കിൽ എന്നതിനായിരിക്കണം മുൻഗണന. നമ്മൾ സൂര്യനെ പോലെയാകണമെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. സ്വയം പ്രകാശിക്കുമ്പോൾ ലോകം നമ്മളെ തേടി വരും. അല്ലാതെ ലോകത്തിന് പിന്നാലെ നിങ്ങൾ ഓടേണ്ടി വരില്ല. കാരണം സൂര്യന് ചുറ്റുമാണ് ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കരിയറിലേക്കും ബന്ധങ്ങളിലേക്കും സന്തോഷം കൊണ്ടുവരാനുള്ള വേദസൂത്രത്തെ അറിഞ്ഞ് നടപ്പാക്കുക എന്നതാണ് സന്തോഷം അനുഭവിക്കാനുള്ള ഏറ്റവും നല്ല വഴി. ജോലിയിൽ വെറുതെ കമ്പനികൾ മാറി മാറി നടന്ന് ജോബ് ഹോപ്പിംഗ്, ശമ്പളം കൂട്ടുന്നതിലല്ല കാര്യം. ഇരിക്കുന്ന ഇടത്ത് പകരം വയ്ക്കാനില്ലാത്തവനായി ഇറിപ്ലേസബിൾ ആയിട്ട് മാറുക എന്ന് പറയുന്നത്. സ്വന്തം മേഖലയിൽ ആഴത്തിൽ വേരൂന്നിയാൽ, അതായത് സ്കിൽ ഡീപ്പനിങ് നിങ്ങൾ നടത്തിയാൽ അവസരങ്ങൾ നിങ്ങളെ തേടി വരും. ഇഹൈവ രാധയ സന്തു എന്ന് യജുർവേദത്തിലെ 38-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ മന്ത്രത്തിൽ പറയുന്നുണ്ട്. ഇഹൈവ രാധയ സന്തു, നിങ്ങളുടെ വൈദഗ്ധ്യം ഇവിടെ തന്നെ ഉറയ്ക്കട്ടെ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ഇഹൈവ രാധയ സന്തു, നിങ്ങളുടെ വൈദഗ്ധ്യം ഇവിടെ തന്നെ ഉറയ്ക്കട്ടെ. ബന്ധങ്ങളിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പെർഫെക്റ്റ് പാർട്ട്ണർക്കായി അലയുന്നതിന് പകരം നമ്മൾ ഒരു നല്ല പങ്കാളിയായിട്ട് മാറുക എന്നുള്ളതാണ്. മഹാഭാരതത്തിൽ ഒരു വാക്കുണ്ട്, ആത്മന പ്രതികൂലാനി പരേഷാം ന സമാചരേത് എന്ന്. ആത്മനഃ പ്രതികൂലാനി പരേഷാം ന സമാചരേത് എന്നാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് മറ്റുള്ളവരുടെ കാര്യത്തിലും ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടമില്ല, നിങ്ങൾ മറ്റൊരാളോട് പെരുമാറുന്ന കാര്യത്തിൽ എന്തെല്ലാം മാറ്റം വരുത്തണമെന്ന് ചോദിച്ചാൽ, നിങ്ങളോട് വേറൊരാൾ പെരുമാറുന്നത് എന്തെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമല്ലയോ അതുപോലെ നിങ്ങൾക്കും അത് തിരിച്ചറിയുകയും സ്വയം ജീവിതത്തിൽ ആചരിക്കാവുന്നതാണ്. ആത്മനഃ പ്രതികൂലാനി പരേഷാം ന സമാചരേത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. അതാണ് ആ പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. മൂന്നാമതായിട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ പണത്തിൻ്റെ ആസക്തി വെടിഞ്ഞ് കൃത്യമായ മാനേജ്മെൻറ്റ് പഠിക്കാം. പണം ഒരു ഊർജമാണ്, അത് ഒഴുകണം. എന്നാൽ ആധുനിക മനുഷ്യരത് കെട്ടിപ്പിടിച്ചു കിടന്ന് സമാധാനം കളയുന്നതാണ് നമ്മൾ പലയിടത്തും കാണുന്നത്. വേദങ്ങൾ നിർദ്ദേശിക്കുന്ന വേദിക് മണി മാനേജ്മെൻറ്റ് എന്താണെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അതിൽ 10% ദാനമാണ്. പ്രപഞ്ചത്തിനുള്ള നിങ്ങളുടെ ഇൻഷുറൻസ് എന്ന നിലയിലാണ് 10% ദാനം. 20% സമ്പാദിക്കണം എന്നാണ്. നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ സമ്പാദിക്കണം. 70% ചെലവ് ആസ്വദിച്ച് ജീവിക്കാൻ വേണം. ഫോമോ എന്ന രോഗത്തെ തിരിച്ചറിഞ്ഞ് ജോമോ എന്ന ഔഷധത്തെ നൽകാൻ നമ്മൾ പഠിക്കണം.
എന്തൊക്കെയോ നഷ്ടപ്പെടുന്നു എന്ന ഭയത്തെയാണ് നമ്മൾ ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഫോമോ, നമ്മളെ ഓടിപ്പിക്കുന്നത് അതാണ് സത്യത്തിൽ. എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന ഭയത്തിൽ നിന്ന് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു വഴിയുണ്ട്. അതിൻ്റെ പേര് ജോമോ എന്നാണ്. ജോയ് ഓഫ് മിസ്സിങ് ഔട്ട്. ജോയ് ഓഫ് മിസ്സിങ് ഔട്ട് ശീലിക്കണം. എല്ലാ പാർട്ടികളിലും പങ്കെടുക്കേണ്ടതില്ല, എല്ലാ കല്യാണങ്ങൾക്കും പങ്കെടുക്കേണ്ടതില്ല, എല്ലാ ഹൗസ് വാമിങ്ങിനും പങ്കെടുക്കേണ്ടതില്ല, എല്ലാ ട്രെൻഡുകളും അറിയേണ്ടതില്ല, എല്ലാ അറിവുകളും അറിയേണ്ടതുമില്ല. ജോയ് ഓഫ് മിസ്സിങ് ഔട്ട്. സെലക്റ്റീവ് ഇഗ്നോറൻസ് ശീലിക്കണം. അതായത് അനാവശ്യമായ വിവരങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ പഠിക്കണം. സെലക്റ്റീവ് ഇഗ്നോറൻസ്. അനാവശ്യമായ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് നമുക്കൊരു പ്രയോജനവും ഇല്ല. എന്തിനാത് പഠിക്കുന്നത്? എന്തിനാണത് അറിയുന്നത്? അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ പ്രാചീന കാലത്ത് മതങ്ങളിൽ ഒക്കെ ഉള്ള ഒരു ആചാരമാണ് ഫാസ്റ്റിംഗ്. ഞാൻ പറയുന്നത് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നൊരു സംഗതി നടപ്പിലാക്കണം എന്നാണ്. ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ഒരു പുതിയ ആശയം. ഫോണില്ലാത്ത നിമിഷങ്ങളെ ആഘോഷിക്കുക. ഫോണില്ലാത്ത നിമിഷങ്ങൾ, ഡിജിറ്റൽ ഫാസ്റ്റിംഗ്, അത് ആഘോഷിക്കുക. നോ പറയാനുള്ള കല. നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന എന്തിനോടും നോ പറയുക. പലരും സന്തോഷത്തെക്കുറിച്ച് 3 നുണകളുണ്ട് സന്തോഷത്തെക്കുറിച്ച്. അതിനെയാണ് നമ്മൾ ഹാപ്പിനെസ് മിത്ത് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, കൂടുതൽ ഉണ്ടാകുമ്പോൾ സന്തോഷം ഉണ്ടാവും എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. കൂടുതൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് സന്തോഷം. ഒരിക്കലുമല്ല. പൂർണ്ണമത പൂർണ്ണമിതം എന്നാണ് വേദ സന്ദേശം. അതായത് നിങ്ങൾ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ തന്നെ പൂർണ്ണരാണ്. അത് തിരിച്ചറിയാത്തവരാണ് വാസ്തവത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത്. രണ്ടാമത്തത്, വിജയമുണ്ടാകുന്നതാണ് സന്തോഷം എന്ന് പലരും കരുതുന്നു. വിജയിക്കുന്നതാണ് സന്തോഷം. വാസ്തവത്തിൽ സന്തോഷമായി ഇരിക്കുന്നവർക്കാണ് വിജയിക്കാൻ എളുപ്പമെന്ന് ആരും അറിയുന്നില്ല. സന്തോഷമായി ഇരിക്കുന്നവർക്കാണ് വിജയിക്കാൻ എളുപ്പം. ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നതിന് വിജയം എങ്ങനെയാണ് പറ്റുക? കാരണം സന്തുഷ്ട മനസ്സിനെ കാര്യങ്ങൾ കൃത്യമായി കാണാനും ചെയ്യാനും കഴിയും. അപ്പോൾ സന്തോഷം വിജയത്തിൽ നിന്നുണ്ടാകുന്ന ഒന്നല്ല. ആദ്യം മനസ്സിലാക്കുക. അപ്പം അത് തെറ്റായ ഒരു കൺസെപ്റ്റാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഒന്നിനും സമയമില്ല, അതുകൊണ്ട് സന്തോഷം. അത് സന്തോഷിക്കാനുള്ളൊരു വഴിയായിട്ട് ചിലർ കാണുന്നുണ്ട്. നിങ്ങൾക്ക് സമയമില്ലാത്തതല്ല, എന്തിനാണ് മുൻഗണന അല്ലെങ്കിൽ പ്രയോറിറ്റി നൽകേണ്ടത് എന്നറിയാത്തതാണ് പ്രശ്നം. എല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂർ തന്നെയാണുള്ളത്. ചിലർ സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളെ കണ്ടെത്തി അതിന് പ്രയോറിറ്റി കൊടുത്തു ചെയ്യുന്നു. അവരുടെ ജീവിതം സന്തുഷ്ടമാകുന്നു. സന്തോഷത്തെ തിരിച്ചു പിടിക്കാൻ നമ്മൾ ശരിക്കും ഒരു 30 ഡേയ്സ് ട്രാൻസ്ഫോർമേഷൻ ചാലഞ്ച് നടപ്പിലാക്കണം. ഇതിന് 4 ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ ഒന്നാമത്തെ ആഴ്ച അവെയർനെസ് ആണ്. എവിടെയാണ് നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടുന്നത് എന്ന് കണ്ടെത്തലാണ് ഒന്നാമത്തെ ആഴ്ച. രണ്ടാമത്തെ ആഴ്ച ആക്സെപ്റ്റൻസ്, അല്ലെങ്കിൽ ഉള്ളതിനെ സ്നേഹിക്കാനും നന്ദി പറയാനും പഠിക്കുക എന്നുള്ളതാണ്. വീക്ക് 3 ആക്ഷനാണ്. പുതിയൊരു കഴിവ് വളർത്തിയെടുക്കുകയോ ബന്ധങ്ങൾ ദൃഢമാക്കുകയോ ചെയ്യുക. വീക്ക് 4 അബണ്ടൻസ് ആണ്. നിങ്ങളുടെ അറിവും സന്തോഷവും ലോകവുമായി പങ്കുവയ്ക്കുക. നിങ്ങൾ ഓട്ടം നിർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളെ കണ്ടെത്തുകയുള്ളൂ. പുറത്തെ കൊടുങ്കാറ്റിൽ അലയാതെ ഉള്ളിലെ ശാന്തിയിൽ നങ്കൂരമിടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നാളെ പറയാം.